ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഗൈ ഡെ മോപ്പസാങ് എഴുതിയ മദർ സാവേജ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. ഫ്രഞ്ച് കഥാകാരനും നോവലിസ്റ്റുമായ ഗൈ ഡെ മോപ്പസാങ്ങിൻ്റെ ഫേമസ് ആയ ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് മദർ സാവേജ്. 1884 മാർച്ചിലാണ് ഈ കഥ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. കഥ നടക്കുന്നത് ഫ്രഞ്ച് പ്രഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന 1871 മഞ്ഞുകാലത്താണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന പാടങ്ങളിലും പാടങ്ങൾക്ക് അതിർവരമ്പിടുന്ന വനങ്ങളിലും ഒന്നും ജീവൻ്റെ ലക്ഷണമേ ഇല്ലായിരുന്നു. അവിടെയും ഇവിടെയുമായി ചില കൊച്ചു കുടിലുകളുടെ ചിമ്മിനികളിൽ നിന്നും ഉയർന്ന പുകച്ചുരുളുകളല്ലാതെ. കഥാകാരനും സുഹൃത്തും കൂടി ഫ്രാൻസിലെ ഗ്രാമപ്രദേശത്ത് നായാട്ട് നടത്തുകയായിരുന്നു. അവർ അങ്ങനെ നാട്ടുവഴികളിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിൽ സെവരാൽ എന്ന് പറയുന്ന പേരുള്ള ഒരു കൂട്ടുകാരൻ സാവേജ് കുടുംബത്തിൻ്റെ ദാരുണമായ കഥ പറയാനായി തുടങ്ങി. അപ്പനും അമ്മയും കൊച്ചുമകനും അടങ്ങിയതായിരുന്നു ആ കുടുംബം. മകൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അപ്പനെ പോലീസുകാർ വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ്. ആ മകനെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. നല്ല നിലയിൽ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. അവനിപ്പോൾ 33 വയസ്സ് കഴിഞ്ഞു. ആ പയ്യനിപ്പോൾ അവൻ്റെ സ്വന്തം താല്പര്യപ്രകാരം സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ്. പട്ടണത്തിൽ നിന്നകന്ന് ഗ്രാമത്തിൻ്റെ ആൾത്തിരക്ക് കുറഞ്ഞ ഒരു ഏകാന്തമായ വീടായിരുന്നു സാവേജ് കുടുംബത്തിൻ്റേത്. അവർക്ക് സാമാന്യ സാമ്പത്തിക സ്ഥിതിയുണ്ടെന്ന് അറിയാമായിരുന്ന അധികാരികൾ 4 പ്രഷ്യൻ പട്ടാളക്കാരെ അവരോടൊപ്പം താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാരായ പ്രഷ്യൻ പട്ടാളക്കാർ ആ വീടും പരിസരങ്ങളും സ്വന്തമെന്നതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു. മദർ സാവേജ് പലപ്പോഴും അവരോട് അവരുടെ മകൻ സേവനമനുഷ്ഠിക്കുന്ന 23-ാം റെജിമെൻറ്റിനെ പറ്റി ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു. എങ്കിലും ആ ചെറുപ്പക്കാർക്ക് അതേപ്പറ്റി ഒന്നും തന്നെ അറിവില്ലായിരുന്നു. ഒരു ദിവസം പോസ്റ്റ്മാൻ അവർക്കൊരു കത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവരുടെ മകൻ്റെ കൂടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സഹപ്രവർത്തകൻ്റേതായിരുന്നു ആ കത്ത്. അവരുടെ മകൻ യുദ്ധത്തിൽ മരണമടഞ്ഞു എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. അല്പസമയത്തിന് ശേഷം റഷ്യൻ സൈനികരായ ആ ചെറുപ്പക്കാർ ഭക്ഷണത്തിന് പാകം ചെയ്യുവാനായി ഒരു മുയലിനെയുമായി എത്തി. മകൻ്റെ മരണവാർത്തയിൽ ദുഃഖിതയായിരുന്ന അവർക്ക് ആ മുയലിനെ കൊല്ലുക എന്നത് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. എന്നിരുന്നാലും അവൾ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണത്തിന് മുൻപായി അവർ ആ ചെറുപ്പക്കാരുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എഴുതി വെച്ചു. അന്ന് അവരോടൊപ്പം അവൾ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുകൾ നിലയിൽ താമസിക്കുന്ന അവരോട് കുറച്ചധികം ഉണക്കപ്പുല്ലുകൾ കൊണ്ട് അവരുടെ കിടക്കകൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ അവൾ ആവശ്യപ്പെട്ടു. വൈക്കോൽ നിറച്ച മെത്തകളിൽ കിടന്ന് ആ പട്ടാളക്കാർ ഉറക്കം പിടിച്ചു എന്ന് മനസ്സിലാക്കിയ ആ അമ്മ വീടിൻ്റെ മുകൾ നിലയിലേക്കുള്ള ഗോവണി എടുത്തു മാറ്റി. അതിനുശേഷം അവൾ വീടിൻ്റെ ഫയർ പ്ലേസ് തീ പിടിപ്പിച്ചു. കുറച്ചധികം വൈക്കോല് കൂടി തീയിലേക്കിട്ടപ്പോൾ തീ ആളിപ്പടർന്നു. ആ ചെറുപ്പക്കാരിൽ ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി മദർ സാവേജ് തൻ്റെ തോക്കുമായി വീടിൻ്റെ പുറത്ത് കാവൽ നിന്നു. ആ ചെറുപ്പക്കാർ എല്ലാം മരിച്ചു എന്ന് ഉറപ്പായി ആ തീ കത്തി അമർന്നപ്പോൾ മാത്രം അവൾ ആ തോക്ക് ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ശബ്ദം കേട്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നും അയൽക്കാരും പട്ടാളക്കാരും ഓടിയെത്തി. അവളെ ചോദ്യം ചെയ്ത ജർമ്മൻ സൈനിക മേധാവിയോട് അവൾ പറഞ്ഞു, ചെറുപ്പക്കാരായ സൈനികരെല്ലാം തീയിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീ കൊടുത്തത് താൻ തന്നെയാണ്. ആ ചെറുപ്പക്കാരുടെ പേരുകളും അഡ്രസ്സും അവൾ ആ ഓഫീസർക്ക് കൈമാറി. അവളുടെ വീടിൻ്റെ ഭിത്തിയോട് ചേർത്ത് നിർത്തി സൈനിക മേധാവി ഉതിർത്ത വെടിയുണ്ടയേറ്റ് അവളുടെ ശരീരം 2ആയി മുറിഞ്ഞു മാറി. അപ്പോഴും അവളുടെ കയ്യിൽ രക്തം പുരണ്ട ആ കത്തുണ്ടായിരുന്നു, അവളുടെ മകൻ്റെ ചരമവാർത്ത.